channel. ഇന്ന് ഞാൻ അടുത്ത സെറ്റ് ഓഫ് സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ബോഡി യോഗർട്ട് ആൻഡ് ബോഡി ബട്ടർ, എസൻസും സെറവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു സംശയം കൂടെ ഉണ്ടായിരുന്നു, AHA BHA തമ്മിലുള്ള ഡിഫറൻസ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംശയം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ സംശയം മൊത്തമായിട്ട് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. സോ ആദ്യം തന്നെ എസൻസും സെറവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് പറയാം. അതിനുശേഷം ബോഡി യോഗർട്ടും ബോഡി ബട്ടറും തമ്മിലുള്ള വ്യത്യാസം പറയാം. ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ താമസിച്ചത് ഞാൻ ബോഡി ബട്ടറും ബോഡി യോഗർട്ടും ഒക്കെ വാങ്ങാൻ നിന്നു. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ടെക്സ്ചറും കൺസിസ്റ്റൻസിയും ഒക്കെ എന്താണെന്നുള്ളത് നേരിട്ട് അറിയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ എസൻസും സെറവും തമ്മിലുള്ള വ്യത്യാസം പറയാം. എസൻസിലായാലും സെറത്തിലായാലും രണ്ടിലും നല്ല ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടത്. രണ്ടും നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളാണ്. പക്ഷേ രണ്ടും യൂസ് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. ഓക്കെ, എസൻസിനെക്കാട്ടിലും സെറം കുറച്ചുകൂടെ തിക്കറാണ്. മോർ ലൈക്ക് ഹണി കൺസിസ്റ്റൻസിയിലാണ് സെറം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെറം കൂടുതൽ നമ്മുടെ സ്കിന്നിൻ്റെ ഡീപ്പറിലേക്ക് പോകാനും പെനിട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ കെയറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സെറം നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് റീസൺസിനാണ്, അല്ലെങ്കിൽ സ്പെസിഫിക് ഇഷ്യൂസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻലി സൺ ടാൻ പോകാനൊക്കെയാണ് നമ്മൾ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത്. മുഖക്കുരു പോകാൻ നമുക്ക് സാലിസിലിക് ആസിഡോ നിയാസിൻമൈഡ് സെറം ഒക്കെ യൂസ് ചെയ്യാം. എന്തെങ്കിലും കുരുവെന്ന് അടയാളം പോകാനാണെങ്കിൽ നമുക്ക് ആൽഫ ആർബുറ്റിൻ സെറം, നിയാസിൻമൈഡ് സെറം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്പെസിഫിക് റീസൺസിനാണ് നമ്മൾ സെറം യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഹൈഡ്രേഷന് വേണ്ടിയിട്ടല്ല നമ്മൾ സെറം യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൈലൂറോണിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ ഹൈലൂറോണിക് ആസിഡ് തേക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മേലെ ആ ഹൈലൂറോണിക് ആസിഡ് നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മോയ്സ്ചറൈസർ തേക്കണം. ഇപ്പോൾ നമ്മൾ യൂഷ്വലി സെറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് നമ്മുടെ സെറത്തിനെ നമ്മുടെ മുഖത്ത് മോയ്സ്ചറൈസർ ഇട്ടിട്ട് ലോക്ക് ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് നമ്മൾ സെറം മോർ ലൈക്ക് സ്കിൻ കെയർ റുട്ടീനാണ് എന്നുള്ളത് പറയുന്നത്. എസൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എസൻസ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ സെറം അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് എസൻസ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എസൻസ് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ സെറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ അതിന് മുമ്പത്തെ പോയിൻ്റായിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ സെറം യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് പ്രോബ്ലംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എസൻസ് സെറത്തിനെ കൂടുതൽ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നതാണ്. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്കിൻ കെയർ റുട്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യണം. അതിനുശേഷം എസൻസ് അപ്ലൈ ചെയ്യണം. എസൻസ് അപ്ലൈ ചെയ്ത ശേഷം വേണം സെറം അപ്ലൈ ചെയ്യാൻ. സെറം അപ്ലൈ ചെയ്ത ശേഷം അതെല്ലാം ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ, രാവിലെ ആണെങ്കിൽ മസ്റ്റായിട്ടും ഒരു സൺസ്ക്രീൻ തേച്ചിട്ട് വേണം നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ മെയിനായിട്ട് എസൻസും സെറവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസൻസ് മെയിൻലി കൊറിയൻ സ്കിൻ കെയറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെയുള്ള സ്കിൻ കെയർസിൽ എസൻസ് അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല. കൊറിയൻ സ്കിൻ കെയർസിലാണ് നമ്മൾ എസൻസ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എസൻസും സെറവും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബോഡി യോഗർട്ടും ബോഡി ബട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ പറയാം. ബോഡി ബട്ടറും ബോഡി യോഗർട്ടും തമ്മിലുള്ള വ്യത്യാസം ആദ്യം തന്നെ നിങ്ങൾ കണ്ടോളൂ. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ബോഡി ബട്ടർ. കണ്ടില്ലേ, നല്ല തിക്കായിട്ട് വീഴുന്ന പോലുമില്ല, അത്രയും വെണ്ണ മാതിരിയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ വാമപ്പ് ചെയ്ത് കയ്യിൽ മെൽറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ നന്നായിട്ട് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുള്ളൂ. ഇനി അതേസമയം ബോഡി യോഗർട്ട് എനിക്കിത് ചരിക്കാൻ പോലും പറ്റില്ല. ഞാൻ എൻ്റെ ക്ലിപ്പ് ഇടാം. ശരിക്കും യോഗർട്ട് മാതിരിയാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ വാട്ടറിയാണ്, കുറച്ചുകൂടെ കണ്ടൻറ്റ് കുറച്ചുകൂടെ തിന്നാണ്. കണ്ടില്ലേ, നമ്മൾ അതുമാതിരി ബോഡി ബട്ടർ മാതിരി തിക്കല്ല, കുറച്ചുകൂടെ തിന്നാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വ്യത്യാസം ഞാൻ പറഞ്ഞു തുടങ്ങാം. ബോഡി യോഗർട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആവും. അതേസമയം ബോഡി ബട്ടർ ഒരു ബോഡി യോഗർട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു 1-2 മിനിറ്റ് സമയം കൂടുതലെടുക്കും നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്.
രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി യോഗേർട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ബോഡി ബട്ടർ കുറച്ചുകൂടെ തിക്കാണ്, തിക്ക് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നല്ല ഹെവി ക്രീമായിട്ടാണ് ഇരിക്കുന്നത്. ബോഡി യോഗേർട്ട് നമ്മുടെ നനഞ്ഞ സ്കിന്നിൽ തേക്കാൻ പറ്റും. അതായത് കുളി കഴിഞ്ഞിട്ട് നമ്മൾ തുടയ്ക്കുന്നതിന് വെള്ളം തുടച്ച് കളയുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ബോഡി യോഗേർട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അത് വലിയ കുഴപ്പമില്ല, നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആയിക്കോളും. അതേസമയം ബോഡി ബട്ടർ വെള്ളത്തിൻ്റെ ഒപ്പം ബട്ടർ ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒപ്പം ചേരില്ല. വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്ത ശേഷം ഉണങ്ങിയ ശേഷം മാത്രമേ നമുക്ക് ബോഡി ബട്ടർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ബട്ടർ ഫോമിലാണ്. സോ അതാദ്യം നമ്മൾ കൈയിൻ്റെ ചൂട് തട്ടി ഒന്ന് വാമപ്പ് ചെയ്ത ശേഷം മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലൈ ചെയ്ത് ഒരു 1-2 മിനിറ്റ് സമയം കൊടുത്താൽ മാത്രമേ നമ്മുടെ ബോഡി അത് അബ്സോർബും ചെയ്യുള്ളൂ. ഓക്കെ, ബോഡി യോഗേർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ വാട്ടർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഹൈഡ്രോസൽസ്, അതേമാതിരി ഫ്ലോറൽ വാട്ടർ ഒക്കെ വളരെ കൂടുതലാണ്. അതേസമയം ബോഡി ബട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ കൊക്കോ ബട്ടർ, ഷിയ ബട്ടർ അങ്ങനെയുള്ള ബട്ടർ കണ്ടൻസ് ആണ് ഇതിൽ കൂടുതലുള്ളത്. ബോഡി യോഗേർട്ട് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം ബോഡി ബട്ടർ ഡ്രൈ സ്കിന്നുകാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലത്. ഓയിലി സ്കിന്നുകാർ ഒഴിവാക്കുന്നതാണ് നല്ലത്. നോ എന്ന് തന്നെ ഞാൻ ഓയിലി സ്കിൻകാരോട് ഞാൻ പറയും. ഓക്കെ, സോ നിങ്ങളുടെ ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.